ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ദേശീയപാത പട്ടിക്കാട് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഗോപിച്ചെട്ടിപ്പാളയം സ്വദേശി മോഹൻ രാജാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 150 കിലോയോളം കഞ്ചാവ് പിടികൂടി. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ. പെരുമാറ്റച്ചട്ടങ്ങൾ വിശദീകരിക്കാനായി ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ പ്രത്യേക യോഗം ചേർന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാത പട്ടിക്കാട് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പുലർച്ചെ 2ഓടെ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടം ഉണ്ടായത്. മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഗോപിച്ചെട്ടി പാളയം സ്വദേശി മോഹൻ രാജാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കായ കയറ്റി വന്ന മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഗോപിച്ചെട്ടിപ്പാളയം സ്വദേശി 27 വയസ്സുള്ള മോഹൻ രാജാണ് മരിച്ചത്. 2 മിനി ലോറികളും 1 ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് ദേശീയപാതയിലെ സ്പീഡ് ട്രാക്കിൽ നിർത്തിയിട്ട മിനി ലോറിയുടെ ഡ്രൈവറെ സഹായിക്കാൻ നിർത്തിയതായിരുന്നു 2ാമത്തെ മിനി ലോറി. ഇതിന് പുറകിൽ പച്ചക്കറി കയറ്റി വന്ന ചരക്ക് ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ സഹായിക്കാനായി നിർത്തിയ മിനി ലോറി ടയർ പൊട്ടി നിർത്തിയ മിനി ലോറിയിലിടിച്ച് മറിയുകയായിരുന്നു. ഇതിനിടെ 2 മിനി ലോറികളുടെയും ഡ്രൈവർമാർ മറിഞ്ഞ മിനി ലോറിക്കടിയിൽപ്പെട്ടു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ടയർ പൊട്ടി നിർത്തിയ മിനി ലോറിയുടെ ഡ്രൈവറാണ് മരിച്ചത്. മറ്റു 2 ഡ്രൈവർമാർക്കും പരിക്കേറ്റിട്ടുണ്ട്. PG പോലീസും ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. മൂവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ 4ഓടെ മോഹൻരാജ് മരിച്ചു. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 150 കിലോയോളം കഞ്ചാവ് പിടികൂടി. റൂറൽ SP നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റൂറൽ ഡാൻസ് ഓഫും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നാഷണൽ പെർമിറ്റ് ലോറിയിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടിയത്. ലോറിയിലുണ്ടായിരുന്ന അന്തിക്കാട് സ്വദേശികളായ അനുസൽ, ശരത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 5 മണിയോടെ തെക്കേ നടയിലാണ് സംഭവം. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇടുക്കി രജിസ്ട്രേഷനിലുള്ള ലോറി പിടിയിലായത്. ഒഡീഷയിൽ നിന്നും നിരവധി ചെക്ക് പോസ്റ്റുകൾ താണ്ടിയാണ് ലോറി ഇവിടെ വരെ എത്തിയത്. റൂറൽ SP നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് റൂറൽ ക്രൈംബ്രാഞ്ച് DYSP N മുരളീധരൻ, കൊടുങ്ങല്ലൂർ DYSP M സന്തോഷ് കുമാർ, ഡാൻസ് ഓഫ് SIമാരായ CR പ്രദീപ്, ജയകൃഷ്ണൻ, സ്റ്റീഫൻ, സതീശൻ, ഷൈൻ, ASI മൂസ, SCPO സൂരജ്, ലിജു ഇയാനി, MJ ബിനു, ഷിജോ, മാനുവൽ, സോണി സേവ്യർ, CPO നിഷാന്ത്, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ സിൽജോ, ലാലു, കൊടുങ്ങല്ലൂർ SIമാരായ സജിനി, ഉണ്ണികൃഷ്ണൻ, സെബി, പ്രീജു, CPO അബീഷ് എന്നിവരാണ് കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് CBGIL ആപ്പ് വഴി അറിയിക്കാം. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനമാണിത്. തൃശൂരിൽ ഇത്തവണ 25,90,721 വോട്ടർമാരാണ് ഉള്ളത്. 13,52,552 സ്ത്രീ വോട്ടർമാരും 12,38,114 പുരുഷ വോട്ടർമാരും 55 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത്. 85 വയസ്സിലധികം പ്രായമുള്ള വോട്ടർമാർ 25,489, 26,747 ഭിന്നശേഷിക്കാരായ വോട്ടർമാരാണുള്ളത്. ജില്ലയിൽ 1,194 ലൊക്കേഷനുകളിലായി 2,319 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പോളിംഗ് ബൂത്തുകളും 10% മാതൃകാ പോളിംഗ് ബൂത്തുകളും സജ്ജമാക്കും. 85 വയസ്സിലധികം പ്രായമുള്ളവർക്കും 40%-ലധികം ഭിന്നശേഷിക്കാരായവരെന്ന് സാക്ഷ്യപത്രമുള്ളവർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹോം വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപ്രകാരം പോസ്റ്റൽ വോട്ടിങ്ങിനായി ഫോം 12D ബൂത്ത് ലെവൽ ഓഫീസർമാർ വിതരണം തുടങ്ങി. മൈക്രോ ഒബ്സർവർ അടക്കമുള്ള പ്രത്യേക പോളിംഗ് ടീം മുൻകൂർ അറിയിപ്പോടെ ഇവരുടെ വീടുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തും. ഈ വോട്ടർമാരുടെ പട്ടിക സന്ദർശന സമയം സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളെയും അറിയിക്കുന്നതാണ്. ഇത്തരത്തിൽ
ഹോം വോട്ടിംഗ് സൗകര്യം സ്വീകരിച്ച വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ അർഹതയുണ്ടാവില്ല. ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഉറപ്പാക്കുന്നതിന് സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖിനെയും ചെലവ് നിരീക്ഷണത്തിന് ഫിനാൻസ് ഓഫീസറെയും നോഡൽ ഓഫീസറായി നിയോഗിച്ചിട്ടുണ്ട്. മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി, വിവിധ സ്ക്വാഡുകൾ എന്നിവയും രൂപീകരിച്ചു. 26 MCC സ്ക്വാഡ്, 39 ഫ്ലൈയിംഗ് സ്ക്വാഡ്, 39 സ്റ്റാറ്റിക് സർവലൈൻസ് ടീം, 26 ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ്, 26 വീഡിയോ സർവലൈൻസ് ടീം എന്നിവർ ചട്ടലംഘനങ്ങൾ നിരീക്ഷിക്കും. കൂടാതെ 24/7 സി വിജിൽ ആപ്പ് മുഖേന ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് ഒരു ടീമും ജില്ലാ കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. പെരുമാറ്റച്ചട്ടങ്ങൾ വിശദീകരിക്കാനായി ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ പ്രത്യേക യോഗം ചേർന്നു. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ, തഹസിൽദാർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിന് കർശന നിർദ്ദേശങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നതോടെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ വിശദീകരിക്കാനായി ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ പ്രത്യേക യോഗം ചേർന്നു. യോഗത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ചാലക്കുടി DFO M വെങ്കിടേശ്വരൻ IFS, തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ തഹസിൽദാർ അബ്ദുൾ മജീദ്, ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ MK സജീവ്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ ഉന്നയിച്ച പ്രധാന നിർദ്ദേശങ്ങൾ: തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ പോസ്റ്റർ, ഫ്ലക്സ്, ചുവരെഴുത്ത് എന്നിവ പാടില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം മാറ്റുകയോ മായ്ച്ചു കളയുകയോ വേണം. അല്ലാത്തപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിർവഹിക്കുകയും അതിന്റെ ചെലവ് സ്ഥാനാർത്ഥിയുടെ കണക്കിൽ ചേർക്കുകയും ചെയ്യും. സ്വകാര്യ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ അനുമതിയില്ലാതെ അവരുടെ സ്ഥലത്ത് ഇങ്ങനെ ചെയ്താൽ അവർക്ക് സി വിജിൽ എന്ന ആപ്പ് വഴി പരാതി സമർപ്പിക്കാവുന്നതാണ്. ഈ പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചാൽ അതിന്റെ ചെലവും സ്ഥാനാർത്ഥിയുടെ കണക്കിൽ ചേർക്കപ്പെടുന്നതാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന 48 മണിക്കൂറിന് ശേഷം ഈ വ്യവസ്ഥ ബാധകമായിരിക്കും. മുമ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകുകയും അറിയിപ്പ് ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളവർ വീണ്ടും ഫോം 6 വഴി അപേക്ഷിക്കുന്നതിന് മുമ്പ് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വാഹനങ്ങളും ഉച്ചഭാഷിണിയും ഉപയോഗിക്കുന്നവർ അതിന് പ്രത്യേകം അനുമതി വാങ്ങേണ്ടതാണ്. പൊതുസ്ഥലത്ത് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്തുന്നതിനും ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതി വാങ്ങേണ്ടതാണ്. മീഡിയ ടൈം, ചാലക്കുടി. മതിലകം ദേശീയപാതയോരത്ത് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. മതിൽമൂല റഹ്മാനിയ മസ്ജിദിന് സമീപമാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. കടുത്ത വേനലിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായ സമയത്താണ് ഇവിടെ ലിറ്റർ കണക്കിന് വെള്ളം പൈപ്പ് പൊട്ടി പാഴാവുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 3 ദിവസത്തിലധികമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട്. വാട്ടർ അതോറിറ്റിയുടെ മതിലകം സെക്ഷൻ ഓഫീസിന് 1/2 കിലോമീറ്റർ അകലെയാണ് വെള്ളം പാഴാകുന്നത്. അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പള്ളിക്ക് മുന്നിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പള്ളിയിൽ നമസ്കരിക്കാനെത്തുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഭാഗത്ത് ജൽജീവൻ പദ്ധതിക്കായി റോഡ് അരികു കുഴിച്ച് പൈപ്പിടുന്ന പ്രവൃത്തിയും നടന്നു വരുന്നുണ്ട്. പൈപ്പിട്ട ശേഷം വേണ്ട വിധത്തിൽ കുഴി നികത്താത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. 7 മത്സ്യത്തൊഴിലാളികളാണ് ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. ഈ ആഴ്ചയിൽ തന്നെ 4ാമത്തെ ബോട്ടാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത്. കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ നിന്നും 3 ദിവസം മുൻപ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലേക്ക് എത്തിച്ചു. കടലിൽ 12 നോട്ടിക്കൽ മൈൽ അകലെ വഞ്ചിപ്പുര വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആഴക്കടലിൽ എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ കോഴിക്കോട് പുതിയാപ്പ സ്വദേശി രാകേഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആനന്ദേശ്വര തപ്പൻ എന്ന ബോട്ടും കോഴിക്കോട് സ്വദേശികളായ 7 മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലേക്ക് എത്തിച്ചത്. രാവിലെ 8 മണിയോട് കൂടിയാണ് ബോട്ട് കടലിൽ കുടുങ്ങി കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മെറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ VM ഷൈബു, പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡ് ഫസൽ, ബോട്ട് സ്ട്രാങ് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ ആന്റണി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന ബോട്ടുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാക്കുകയാണ്.
ഈ ആഴ്ചയിൽ തന്നെ 4ാമത്തെ ബോട്ടാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മെറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ദേശീയപാത കുറുമാലിയിൽ KSRTC ബസ് ഇടിച്ചു പരിക്കേറ്റ പുള്ളിമാൻ ചത്തു. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് ദേശീയപാതയിലേക്ക് ഓടിവന്ന മാനിനെ ബസ് ഇടിച്ചത്. പാതയോരത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 2 വയസ്സോളം പ്രായമുള്ള പുള്ളിമാൻ ദേശീയപാതയിൽ അകപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ബസ് ഇടിച്ച് പരിക്കേറ്റ മാനിനെ പാലപ്പിള്ളിയിൽ നിന്ന് എത്തിയ വനപാലകർ മണ്ണുത്തി വെറ്റിനറി കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ചത്തത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ കേച്ചേരിയിലാണ് സംഭവം. കേച്ചേരി മേഖല ഡിവൈഎഫ്ഐ പ്രസിഡന്റ് സുജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CPIM കേച്ചേരി മേഖല ഓഫീസിലാണ് സുജിത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് മരണകാരണമെന്നാണ് പോലീസ് നിഗമനം. 39 മാസത്തെ DA കുടിശ്ശിക അനുവദിക്കാത്തതിൽ KPSTA മാള ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുൻപിൽ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. ഇലക്ഷൻ മുന്നിൽ കണ്ട് സർക്കാർ 2% DA പ്രഖ്യാപിച്ചെങ്കിലും 39 മാസത്തെ കുടിശ്ശിക പ്രഖ്യാപിക്കാത്തതിൽ കടുത്ത പ്രതിഷേധമുണ്ടെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം TS വിൽസൺ മാമ്പിള്ളി, MR ആംസൺ, CA മുഹമ്മദ് റാഫി, PS സൂരജ്, ഷിജി ശങ്കർ, MS സ്മിത, K ശ്രീദേവി എന്നിവർ സംസാരിച്ചു. കുഴൂർ കാക്കുളിശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യോസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് കൂടുതുറക്കൽ ശുശ്രൂഷ, ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, സന്ദേശം, ഊട്ടുനേർച്ച എന്നിവ നടന്നു. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജോസ് മാളിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. മാള കോട്ടയ്ക്കൽ സെന്റ് തെരാസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കോളേജ് ഡേ ആഘോഷിച്ചു. സിനിമാ സംവിധായകൻ ലിബിൻ അയ്യമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അത് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം അത് ഞാൻ ഒരുപാട് പറയാതെ നിങ്ങൾക്ക് എന്തോരം പറ്റിയെന്ന് എനിക്കറിയാമല്ല. എൻ്റെ ഫ്രണ്ട് എബി എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളി ഭയങ്കര കുറച്ച് ഏജിലാണ്. അപ്പം ഞാനും പുള്ളിയും ഭയങ്കര ശത്രുതയിലൊക്കെ ആയിരുന്നു. പുള്ളിക്കാരൻ ലിഫ്റ്റിൻ്റെ എഞ്ചിനീയറാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരുടെ പോണ സമയത്ത് പുള്ളിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. പുള്ളി കോമയിലായിട്ട് സൈഡൊക്കെ തളർന്നു. പുള്ളി ഓൾറെഡി കിടപ്പിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പുള്ളീനെ പിന്നെ ഞാൻ പുള്ളീനെ മീറ്റ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ ഒരു 5-6 വർഷത്തിന് ശേഷം പുള്ളിക്കാരനെ ഞാനൊരു സമയത്ത് കണ്ടു. അപ്പോൾ പുള്ളീനെ വീൽ ചെയറിലാണ് അമ്മ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവരുടെ വീടിൽ അറൗണ്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക്. പുള്ളീനെ ഒരു വീൽ ചെയറിൽ കൊണ്ടിരുത്തി. അപ്പോൾ ഞാനൊരു ദിവസം ഭയങ്കര പുള്ളിനെ കണ്ടു. പുള്ളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് പുള്ളി എനിക്ക് നടക്കില്ല എന്ന് അല്ലെങ്കിൽ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞതാണ്. പുള്ളിക്ക് സ്റ്റോക്കൊന്നും ഓൾറെഡി പുള്ളി തളർന്നു വരുന്നത്. ആ പുള്ളിക്കാരനെ അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പുള്ളിക്കാരനെ കണ്ടു. പിന്നെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരനെ അമ്മ വീൽ ചെയർ അല്ലാതെ കൊണ്ടുവന്നു, ചേട്ടൻ കൊണ്ടുവന്നു. അങ്ങനെ പല പ്രാവശ്യമായിട്ട് പുള്ളിനെ ഞാൻ ആ പ്ലേസിൽ കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പുള്ളിയായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. ഓൾറെഡി പുള്ളിയായിട്ട് വേണ്ട ആവശ്യമില്ല. ഞാൻ ആ വഴി പോകുമ്പോൾ ഞാൻ ജസ്റ്റ് കാണും. അങ്ങനെയുള്ള സമയത്ത് ഒരു ദിവസം എൻ്റെ അമ്മ വന്ന് പറഞ്ഞു പുള്ളിയോട് സംസാരിക്കണം, എൻ്റെ വീഡിയോസൊക്കെ പുള്ളി കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളിയോട് പോയി കണ്ടു. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പുള്ളിയോട് പറഞ്ഞു, അല്ല ഞാൻ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ എൻ്റെ മാതിരിയാണ്, ഞാൻ ലിബിനാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുള്ളിയോട് എനിക്കറിയാം, ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് സംസാരിക്കാൻ ഭയങ്കര ചെറിയ പ്രശ്നമാണ്. കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ഫാദർ റിമി വടക്കൻ, PV ബാബു, EK അൽഫോൻസ, S വാര്യർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സമ്മാന വിതരണം, കലാപരിപാടികൾ എന്നിവ നടന്നു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ ഊട്ടുതിരുനാൾ സദ്യ ആശീർവാദത്തിനും ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ സഹകാർമ്മികത്വം വഹിച്ചു.
നിരവധി വിശ്വാസികൾ ഊട്ടുസദ്യയിൽ പങ്കെടുത്തു. മുട്ടിക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യോസേപ്പിതാവിന്റെ തിരുനാളും ഊട്ടുനേർച്ചയും ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ നിമേഷ് കാട്ടാശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിജോ വേലിക്കകത്തോട്ട് വചനപ്രഘോഷണം നിർവഹിച്ചു. തുടർന്ന് പൂമൂടൽ പ്രദക്ഷിണം, ഊട്ടുനേർച്ച, ആശീർവാദം വിതരണം എന്നിവ നടന്നു. ചാലക്കുടി മുൻ MLAയും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റായിരുന്ന PK ഇട്ടൂപ്പ് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ചടങ്ങിൽ കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ ഡെന്നിസ് K ആന്റണി, PI മാത്യു, KO വർഗീസ്, ജില്ലാ കമ്മിറ്റി മെമ്പർ പോളി റാഫേൽ, മനോജ് സെബാസ്റ്റ്യൻ, TC പോൾ, T കുര്യൻ എന്നിവർ സംസാരിച്ചു. തീരദേശ ഹൈവേയിലെ അശാസ്ത്രീയ അലൈൻമെന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിവേദനവും നൽകി. തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി, മഹൽ ഏകോപന സമിതി, അഴീക്കോട് എറിയാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ, വിവിധ ക്ലബ്ബുകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് സാമൂഹിക പ്രത്യാഘാത പൊതു ഹിയറിംഗ് നടന്ന വേക്കോട് ഗവൺമെന്റ് LP സ്കൂളിലേക്ക് പ്രകടനം നടത്തിയത്. UDF ചാലക്കുടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MT ഡേവിസ്, അഡ്വക്കേറ്റ് സിജി ബാലചന്ദ്രൻ, OS ചന്ദ്രൻ, KPCC സെക്രട്ടറി പ്രസാദ്, AI അബ്ദുൾ മജീദ്, ജോൺ മുണ്ടൻ മാണി, ബിൽസൺ മേച്ചേരി, CB വട്ടലായി, അനിയൻ കൊടകര, വർഗീസ് കണ്ടംകുളത്തി, PK ജേക്കബ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത പട്ടിക്കാട് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് ഗോപിച്ചെട്ടിപ്പാളയം സ്വദേശി മോഹൻ രാജാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 150 കിലോയോളം കഞ്ചാവ് പിടികൂടി. 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ. പെരുമാറ്റച്ചട്ടങ്ങൾ വിശദീകരിക്കാനായി ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ പ്രത്യേക യോഗം ചേർന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.